പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിക്കുക കേട്ടോ. കെ എസ് ആർ ടി സിയുടെ പുതിയ ഡിപ്പോയുടെ, അതായത് ബാക്ക് സൈഡിൽ ഏത് സമയത്തും നിലമ്പത്തറായി നിൽക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ ബിൽഡിങ്ങാണ് കേട്ടോ. ഒരു സൈഡിൽ കൂടെ പൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതേ സൈഡിൽ കൂടെ തന്നെ മരങ്ങളും വളർന്നു നിൽക്കുന്നു. ഇത് കൂടെ കണ്ടോ, കോൺക്രീറ്റൊക്കെ ഇടിഞ്ഞ് ഏത് സമയം നിലംപതിക്കുന്ന രീതിയിലുള്ള, മനസ്സിലായില്ലേ? ഏതാണ്ട് വർഷങ്ങളോളം പഴക്കമുണ്ട്. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ ഈ കോൺക്രീറ്റിൻ്റെ മുകളിലാണ് ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ. അതിൻ്റെ സൈഡെല്ലാം നല്ല വേസ്റ്റുകളാണ് കണ്ടോ. ഈ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് കെ എസ് ആർ ടി സിയുടെ പത്തനംതിട്ട ജില്ലാ ഡിപ്പോയിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് മൊത്തം ജീവനക്കാരും മറ്റുള്ള എല്ലാ ബസ്സും കഴുകുന്നതിനും മറ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഉണ്ടോ. ഇതൊക്കെ ബന്ധപ്പെട്ടവർ കാണണം. ഇതിനൊക്കെ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഇതൊക്കെ ഏത് സമയത്തും നിലമതിച്ച വൻ അപകടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതുപോലെ തൊട്ടടുത്ത് തന്നെ, അതുകൂടെ കൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല, വേസ്റ്റുകൾ കണ്ടോ, പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും കുന്നുകൂടുകയാണ്. നമ്മുടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെയാണ് കേട്ടോ. മുനിസിപ്പാലിറ്റി ശ്രദ്ധിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. ഇത് കണ്ടോ, ഇതാണ് ഏറ്റവും, ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ് കണ്ടോ. അതിനോട് ചേർന്ന് അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് കണ്ടോണം നിങ്ങളെല്ലാവരും കാണുക. പോസ്റ്റൊക്കെ ഒട്ടിച്ച് ഉണ്ടോ, ഫ്രണ്ടിൻ്റെ ഇരുമ്പിൻ്റെ ഏടിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് സമയത്തും നിലമതിക്കും. ഒരു സൈഡ് മൊത്തം മരങ്ങളുടെ വേരുകളാണ് കേട്ടോ. ഓക്കെ, ഇത് മാറ്റുവാനുള്ള അടിയന്തര നടപടി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇടപെട്ട് ഉടനടി ഉണ്ടാകണമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയോട് ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈനാർ പത്തനംതിട്ട ചുങ്കപ്പാറ ആവശ്യപ്പെടുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ നന്ദി, നമസ്കാരം. വീഡിയോ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഞാനൊരു കാര്യം സജഷനായിട്ട് പറയുന്നു, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പിലേക്ക് മറ്റുള്ളിടത്തേക്ക് നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.